ഹലോ ഗായ്സ്, ഡ്രീമി ഡയറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇന്നൊരു ട്രാവൽ വ്ലോഗാണ്. നമ്മള് പുനലൂര് വരെ പോവുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ നമ്മൾ പോകുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് എന്നാല് വീഡിയോ എടുക്കാം. പക്ഷെ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ട്രാവൽ വ്ലോഗ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല വോയിസ് ഉണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ. ഗൈസ്, നമ്മളിപ്പോ അമ്മേനെയും മാമനെയും വിളിക്കാൻ വന്നതാണ്. ഇവിടെയാണ് നമ്മളെ പള്ളി. ശരിക്കും പറഞ്ഞാല് 11 മണിക്ക് നമ്മുടെ അടുത്ത് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുന്നത്. നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്കും 12 മണിയായി. വന്നപ്പോഴത്തേക്കും അമ്മയ്ക്ക് രാവിലെ തൊട്ടേ നല്ല ഫാസ്റ്റിങ്ങിലായിരുന്നുകൊണ്ട് വിശന്ന് കുടലിയെരിഞ്ഞിരുന്നോണ്ട് എനിക്ക് നല്ല തെറിയേട്ടോ കേട്ടോ. അങ്ങനെ സങ്കടപ്പെട്ട് ഇരിക്കുവാണ്. പിന്നെ എനിക്ക് ഒരാൾ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന് മുട്ടായി കമ്മ കൊണ്ടുവന്ന് തന്നു. പിന്നെ ഒരു സ്ഥലത്ത് ഇറങ്ങി വാട്ടർമെലൻ ജ്യൂസ് കുടിച്ചപ്പോഴാണ് സന്തോഷമായതേ. അമ്മ ഇരുന്ന് കുടിക്കുന്നുണ്ട്. അമ്മയ്ക്ക് നല്ല വിശന്നായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ അവിടെ നിന്ന് കുടിച്ചിട്ട് പിന്നെ പുനലൂർ പോയിട്ട് ഫ്രൂട്ട്സ് വാങ്ങാൻ പോയേക്കുവാണ് കേട്ടോ. നമ്മളിപ്പോ പുനലൂർ ബസ് സ്റ്റാൻഡിലാണ് നിൽക്കുന്നത്. ഇനി നമ്മള് ഒരു വീട്ടിലോട്ട് പോവാണ്, മാമന്റെ വീട്ടിലോട്ട്. അമ്മയും ഞാനും മാമനുമായിട്ടാണ് പോണത്. ഇനി മാമന്റെ വീട്ടിൽ പോണം, മാമന്റെ അനിയത്തിയുടെ വീട്ടിൽ പോണം. ഞാനെന്ന് പറയുന്നത് അവിടെ പോണം, കുറച്ചേരൊക്കെ സംസാരിച്ചിരുന്നിട്ട് ഫുഡ് കഴിക്കണം. തിരിച്ചിറങ്ങി ഒരു തെന്മല, ലുക്കൗട്ട് അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഇറങ്ങി തിരിച്ചു പോകണമെന്നാണ് ആഗ്രഹം. എന്താവുന്നത് ദൈവത്തിനറിയാം. ഇതാണ് തൂക്കുപാലം. ജസ്റ്റ് കണ്ടുപോയതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതൊരു ട്രെയിൻ പാളാണ് കേട്ടോ. നമ്മൾ എന്ന് വന്നാലും ഇതിലോട്ട് ട്രെയിൻ പോകും, നല്ല രസമാകാണ്. പിന്നെ ഇതാണ് കേട്ടോ മാമന്റെ വീട്. ഇവിടെ വന്ന് നമ്മൾ ഇറങ്ങിയേക്കുവാണ്. വീട്ടിലെത്തിയിട്ടുണ്ട്. ഇങ്ങോട്ട് പോകും. കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ വന്നില്ലായിരുന്നു കേട്ടോ. അപ്പൊ ഞാനും അമലുമായിട്ട് ഫസ്റ്റ് വിരുന്നിന് വന്നതാണ്. അങ്ങനെ ഇതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളവിടെ പോയത്. പിന്നെ ഇവിടെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. നല്ല വെയിലുള്ള സ്ഥലമാണ് കേട്ടോ പുനലൂർ എന്ന് പറയുന്നത്. അത്രയ്ക്ക് വെയിലും ഉണ്ട്. ചെന്ന് എല്ലാവരോടെയൊക്കെ സംസാരിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ മാമന്റെ ചേച്ചിയുടെ വീട്ടിലോട്ട് പോവാണ്. അങ്ങോട്ട് പോയപ്പോൾ അവിടെ നല്ല വ്യൂ ആണ് കേട്ടോ. നല്ല രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വലിയ ഇഷ്ടപ്പെട്ടു അവിടുത്തെ സംഭവങ്ങളൊക്കെ. അങ്ങനെ അതെ നമ്മൾ മൂന്നുപേരും, മാമന്റെ അമ്മയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ മൂന്നുപേരും കൂടെ അതേ വീട്ടിൽ തിരിച്ചിറങ്ങി പോയി. സദ്യയാണ് കേട്ടോ, നമ്മുടെ വിരുന്നിന്റെ സദ്യയാണ്. അങ്ങനെ നമ്മൾ മൂന്നുപേരുടെ ഇരുന്ന് കഴിക്കുമായിരുന്നു കേട്ടോ. ഓ, എനിക്കാണെങ്കിൽ കൂടിപ്പോയി. പക്ഷെ ഞാൻ ഒരു ഇതിലങ്ങ് കഴിച്ചു. അങ്ങനെ അമ്മലിരുന്ന് പറയണം, ഫോൺ ക്യാമറ ഓണാക്കി അവൾ അപ്പൊ കഴിക്കുന്നതിനെ കളിയാക്കി. പിന്നെ നമ്മൾ നേരെ തിരിച്ച് തൂക്കുപാലത്തിലോട്ട്. നമ്മള് ഇപ്പോ പുനലൂർ തൂക്കുപാലത്തിൽ എത്തിക്കുവാണ്. അതേ ഫ്രണ്ടിലോട്ട് നടന്നു പോവാണ്. കൊള്ളാം. അതേ ഒരാളിവിടെ തുള്ളിയൊക്കെ പോകുന്നുണ്ട്. കൊള്ളാം, നല്ല രസമുണ്ട്. ഞാനിവിടെ ഫസ്റ്റ് വന്നിട്ടുണ്ട്, ഒരു വട്ടം കണ്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ അകത്തൂടെ ഇറങ്ങാൻ ഒരു വട്ടം പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ അമല് ഫസ്റ്റ് ടൈമാണ്. നമ്മൾ 3 പേരും കൂടി അവിടെ മൊത്തമൊക്കെ ഇറങ്ങി നടന്ന് പിന്നെ എന്തുവാ കുറെ ഫോട്ടോഷൂട്ട് സംഭവങ്ങളൊക്കെ. എന്റെ ഒരു സ്ലോ മോഷൻ എടുത്തു. പിന്നെ നമ്മളെ രണ്ടുപേരുടെയും കൂടെ കുറെ ഫോട്ടോഷൂട്ട്. അത് കഴിഞ്ഞ് അവർ രണ്ടുപേരുടെയും കുറെ ഫോട്ടോഷൂട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ 3 പേരും കൂടെ തിരിച്ചങ്ങോട്ട് നടക്കുവാണ് കേട്ടോ. കൊട്ട വെയിലാണ്. എന്റെ മുന്നേ പോയപ്പോ ഞാനും അമ്മലും കൂടെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് ഇങ്ങനെ നടന്ന് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. ഇവിടെ ഉള്ളൊരു കിണറാണ്. ഇതിനകത്ത് പൈസ ഇടും. കാണിച്ചു തരാം. കണ്ടോ, ഈ തവണ പൈസയാണ്. അങ്ങനെ അവിടുത്തെ വിശേഷവും വിസിറ്റൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ചു പോവുകയാണ്. പക്ഷേ ഒരു നല്ല രസമായിരുന്നു. അമല് ഫസ്റ്റ് ടൈം അല്ലേ കാണുന്നത്. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അങ്ങനെ നമ്മൾ 4 പേരുടെ തിരിച്ച് ഇനി പോകുന്നത് ലുക്കൗട്ടിലോട്ടാണ് ഗൈസ്. പക്ഷെ അങ്ങോട്ട് പോകുന്ന വഴിയൊക്കെ അടിപൊളിയാട്ടോ. എനിക്കാണെങ്കിൽ ഈ വ്യൂ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. മലയും കാടും ഒക്കെ കടന്നിട്ട് എന്തോ ഒരു അമേസിങ് വേൾഡിലെത്തിയ പോലെയായിരുന്നു. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. നല്ലൊരു മഴക്കോളൊക്കെ ഉണ്ടായിരുന്നു, ചെറിയൊരു ചാറ്റൽ മഴയും. ഇപ്പോൾ ഉള്ളത് ലുക്കൗട്ടിലാണ്. ലുക്കൗട്ട് എത്തിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാവേ. ഇതാണ് ഗൈസ് ലുക്കൗട്ട്. അപ്പൊ നമുക്ക് അങ്ങോട്ട് നടന്നു പോവാം. അമ്മ വരണില്ല എന്ന് പറഞ്ഞു. നമ്മത് കാറ് ഇരിപ്പുണ്ട് അവിടെ. നമ്മള് അകത്തോട്ട് പോകാം. ഈ സംഭവത്തിന് മണ്ടയിൽ നമ്മൾ ഒരു വട്ടം കയറിയിട്ടാണ്. ഇപ്പൊ അതേ സെക്കൻഡ് ടൈമാണ് അമലുമായിട്ട് വന്നിട്ടുള്ളത്. നമുക്ക് ആ സ്റ്റെപ്പ് മൊത്തം കയറി തല ഇറങ്ങി പെടാരടങ്ങി നിൽക്കാം. ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് അമേസിങ് ആൻഡ് വണ്ടർഫുൾ ആണ്. എന്റെ മോനെ, എന്ത് കാറ്റാണെന്നറിയോ. അയ്യോ, ഇവിടെ വെള്ളം തുറന്നു വിട്ടിട്ടില്ലല്ലേ. നല്ല സങ്കടം ഉണ്ടായിരുന്നു. എന്താന്ന് പറഞ്ഞാൽ ഇതിൽക്കൂടെ വെള്ളം തുറന്നു വിടുമ്പോ അടിപൊളിയാ കാണാൻ. ഇതൊന്നും അല്ല വ്യൂ എന്ന് പറയുന്നത്, അതിനും കാട്ടി അടിപൊളിയാണ്. ഞാനും ചേട്ടനും എല്ലാവരുടെ ഒക്കെ ഇടയ്ക്ക് വരുന്ന റീൽസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കാറുണ്ട് കേട്ടോ. നല്ല രസമാ. എന്തായാലും അമേസിങ് ആണ്. പക്ഷെ എന്നാലും ആ വെള്ളം തുറന്നു വിടുമ്പോൾ ഉള്ള ഒരു കാഴ്ച എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറെന്റ് ആണ്.
പ്രമുഖ യൂട്യൂബർ ഭർത്താവ് വഴക്ക് പറഞ്ഞത് കൊണ്ട് സങ്കടത്തിരിക്കുന്നതാണ്. കാണാൻ വന്ന ഞാൻ ഫോട്ടോ എടുത്തോണ്ടിരിക്കുന്നതിനെ തുടർന്നാണ് എനിക്കത് കിട്ടിയത്. എന്തായാലും നല്ല രസമായിരുന്നു കേട്ടോ. മരുമോൻ പോയി വിളിച്ചോണ്ട് വരെയാണ്. എനിക്കാൻ വയ്യ, നടക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ അകത്തിരുന്ന ആളാണ്. പിന്നെ വരാന്ന് വിചാരിച്ചു, ഞാനും കൂടെ അങ്ങോട്ട് പോട്ടെ. വരണില്ല എന്നല്ലേ പറഞ്ഞ? താഴെ പോവാനാണോ വരണ? താഴെ എന്തരുണ്ട്? ഓ കൊരങ്ങുണ്ട്. നമ്മളിനി പോകുന്നത് താഴോട്ട് ഇറങ്ങാൻ പോവാണേ. ലുക്കൗട്ടിന് താഴോട്ട് ഇറങ്ങിപ്പോയി. അവിടെ പാലമൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ കുറച്ച് നടക്കാന്ന് വിചാരിച്ചു. ഒരാൾ വരണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുണിഞ്ഞു കുണിഞ്ഞ് നടന്നു പോകുന്നുണ്ട്. നല്ല കാറ്റല്ലേ. ഓ അങ്ങനെ പോവാണ്. ഇവിടെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ചേട്ടനൊക്കെ വന്നിട്ടുണ്ട്. ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനും ചേട്ടനും കൂടെ ഒക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ആ നിങ്ങളും വന്നിട്ടുണ്ട്. തിരിച്ചു പോയിന്നെ കാറിൽ. ഒരു ഫോട്ടോ എടുത്തു തരുമോ? ഓക്കെ. നമ്മളിതേ അങ്ങോട്ട് ഇറങ്ങുവാണ്. ഇവിടെ നിറയെ സ്റ്റെപ്പാണ്, കണ്ടില്ലേ? അമ്മ അവിടെ നിക്കണം. അമ്മ ഇനി വരണില്ല എന്ന് പറഞ്ഞു. ഞാൻ ദേ നടന്ന് റിസ്ക് ഏറ്റെടുക്കാൻ വേണ്ടി പോവാണ്. നോക്കാം എന്താവൂന്നല്ലേ. തിരിച്ചു വരുമ്പോ അല്ലെങ്കിൽ എന്നെ എടുത്തോണ്ട് വരും എന്നാണ് എന്റെ ഇത്. ഈ ഒരു വ്യൂ അടുത്ത് നിന്ന് കാണാൻ വേണ്ടിട്ടാണ് നമ്മൾ പോണത്. ആ മോനെ സെറ്റ് വ്യൂ വാസ് അമേസിങ്. നമ്മളിപ്പോ ഇവിടെ നിന്ന് പോവാണ്. ഇവരൊന്നും സമ്മതിക്കുന്നില്ല. അവിടെ ഒരാൾ ഇരിപ്പുണ്ടായിരുന്നു, കണ്ടില്ല? ആ അവിടെ ഉണ്ട്. അതെ നമ്മള് പോവാണ്. വിട പറയുകയാണ്. രണ്ടാം ഘട്ടം പടി കയറി വന്നിരിക്കുകയാണ്. എന്താണ് ഇപ്പൊ തോന്നുന്നത്? അടുത്തത് മൂന്നാമത്തെ ഘട്ടം. ടെൽമി മാറ്റിഫീലി. നാലാമത്തെ ഘട്ടം പടി കയറിയിരിക്കുന്നു. കണ്ണടഞ്ഞു വരുന്നുണ്ട്. പറയൂ. ആറാം ഘട്ടം. തലയൊക്കെ പൊളിഞ്ഞു വരുന്നുണ്ട്. കയറിയത് എങ്ങനെയെന്ന് ചോദിച്ചാൽ എന്നോട് ചോദിക്കരുത്. എനിക്കറിയാൻ പാടില്ല. എന്റെ കടപ്പിന് വേണ്ടി എനിക്ക് കിട്ടിയതാ അത്. അമ്മ കണ്ടില്ലേ നല്ല കൂളായിട്ടിരിക്കുന്നത്. അങ്ങനെ ലുക്കൗട്ടിനോട് നമ്മള് ടാറ്റാ ബൈ ബൈ പറഞ്ഞു. ടാറ്റാ. ബസ്സൊക്കെ ഉണ്ട് കേട്ടോ ഇതിലൂടെ. തെന്മല ബസ്സാ. ഇനി എവിടെ പോണം നിങ്ങക്ക്? ജഡായിപ്പാറ. അമ്മയുടെ ഒരു വലിയ ആഗ്രഹമാണ് ജഡായിപ്പാറ പോണം. ഇവിടെയാണ് ഗൈസ് എക്കോ ടൂറിസം. തെന്മല എക്കോ ടൂറിസം എന്നൊക്കെ പറഞ്ഞ് വലിയ ഇതിൽ ഞാൻ വ്ലോഗൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തെന്ന് പറഞ്ഞാൽ തെന്മല എത്തിയതേ ഞാൻ ഓർമ്മിക്കുന്നില്ലായിരുന്നില്ല. അതങ്ങ് മറന്നുപോയി. അങ്ങനെ അവിടെ ഇറങ്ങാൻ പോലും പറ്റിയില്ല. ആരും എന്നെ ഓർമ്മിപ്പിച്ചതും ഇല്ല. എനിക്കെന്തോ ബോധമില്ല. സ്റ്റെപ്പ് കയറിയ പിന്നെ എനിക്കെന്താ അമ്മ അമ്മ വിളിച്ചു വരുത്തല്ലേ. അമ്മ വന്ന് വല്ലതും എടുത്തോണ്ട് പോവും. അവിടുത്തെ ക്ലാസ് കയറ്റിടാ മോണ്. പോവാടേ പോവാ. പാവല്ലേ. ഇത് കൊളത്തൂപ്പുഴ എന്താണ് അമ്പലം. അതാണ് കൊളത്തൂപ്പുഴ അമ്പലം. ഈ കുളത്തില് കുളമല്ല, എന്താണ് ഇതിന്റെ പേര്? പാലം. ഈ പാലത്തില് ഇവിടെ മീനുണ്ട്. ഇതിന്റെ അകത്ത് നിറയെ മീനാണ്. നമ്മളിങ്ങനെ പിടിച്ചോണ്ട് പോകാനൊന്നും പാടില്ല. അങ്ങനത്തെ മീനാണ്. തൂതൂ റോക്കറ്റ് പോയായിരുന്നു, പക്ഷെ ഒന്നും കാണാനില്ലല്ലേ. കണ്ടോ 3 എണ്ണം വരി വരിയായിട്ട് കൊറേ എല്ലാരും കൂടെ സെറ്റ് സെറ്റ്. കൊള്ളാമാ. കുഞ്ഞു പിള്ളേരെ പോലെ അവിടെ കിടന്ന് ഒരു വരി വെകിളിയായിരുന്നു. അയ്യോ മീനെ 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 എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ വെള്ളത്തിനടിയിൽ നിറയെ മീനാണ്. കണ്ടോ? കാണിച്ചേ. കണ്ടോ 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 വരാം. നമ്മളാണെങ്കിൽ കപ്പലണ്ടി വാങ്ങിയിട്ടുണ്ടേ. ഇതിന് പൊട്ടിച്ചിട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഇത് അടുത്തോട്ട് വരും എന്നാണ്. അന്ന് അവിടെ ഇട്ട് കൊടുക്കണ്ടേ. വന്നാ ഇട്. കണ്ടോ 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 കണ്ടോ.
ഈ മീൻ മൊത്തം നമ്മൾ കൊടുക്കണ കപ്പലണ്ടി എല്ലാം കണ്ടാ തിന്നാൻ വന്നേന്. ഓ എടുത്തോണ്ട് ഓടണം. മീനൊക്കെ കൊടുക്കുന്നതൊക്കെ എടുത്തോണ്ട് ഓട്ടമായിരുന്നു കേട്ടോ. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അതൊരു ഈവനിങ് ടൈമും കൂടെ ആയതുകൊണ്ട് നല്ല വലിയ വെട്ടമില്ലാതെ മീനെയൊക്കെ നല്ലോണം കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇതേ മീൻ ചരിഞ്ഞൊക്കെ പോകുന്ന കണ്ടില്ലേ. അവരവിടെ അങ്ങ് കളിച്ചങ്ങ് ജീവിക്കുക. അപ്പോൾ നമ്മൾ നേരെ പൊരി വാങ്ങാൻ പോവാണേ. ഒരു പ്ലേറ്റിന് 50 രൂപയാണ് കേട്ടോ. ഇതിൽ അരി, പിന്നെന്തുവാ പുരി, കപ്പലണ്ടി, കടല, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. ഇവിടുത്തെ ഒരു നമ്മള് ആ കുളത്തിലോട്ട് ഇറങ്ങാൻ വേണ്ടി പോവാണ്. നീ നമ്മൾ അടുത്തോട്ട് വരുമെന്ന് നോക്കാം. എന്തോ ഈ പൊരി ഇട്ട് കൊടുത്താല് അരിമ്പാറ മാറുമെന്ന് അങ്ങനെ എന്തോ ആണ്. നമ്മൾ നോക്കാം. വന്നോ ആരേലൊക്കെ? നിനക്ക് കാണത്തുണ്ടോ? എനിക്ക് അടുത്ത് വന്നപ്പോ ഒന്നും കാണാൻ വയ്യ. നീ വരുന്നുണ്ടെന്നാണ് അവരെയൊക്കെ നിരീക്ഷണം. ഇങ്ങോട്ടൊക്കെ വരുവോ? എനിക്ക് ചോദിച്ചു നിന്നിട്ട് വെള്ളം കണ്ട ഒരു ആക്രാന്തത്തിൽ ഞാനാണെങ്കിൽ അതിൽ കാലുവിട്ട് എന്ന് പേടിച്ച് തളർന്ന പണ്ടാരം മട്ടാക്കി. അതെല്ലാം പറന്നു പോയിരുന്നെങ്കിൽ നല്ല രസം ഉണ്ടായിരുന്നേനെ. വൺ ഡേ ട്രിപ്പിന്റെ ലാസ്റ്റ് സ്ഥലത്തൂടെ നമ്മൾ പോവാണ്. പോകുന്ന വഴിയൊക്കെ അടിപൊളിയായിരുന്നു. ഈ വേനൽക്കാലത്തിന്റെ പ്രകൃതി സൗന്ദര്യമൊക്കെ തുളുമ്പി നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണെങ്കിലും ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. വെയിറ്റിംഗ് ഫോർ പാർട്ട് 2. ഇത് ഞാനിനി അടുത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ നല്ല ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഒരു പാർട്ട് 2 ആയിട്ട് ഇടാം. അപ്പോൾ ശരി എന്നാ, ചാച്ചാ.